ಸೆಕೆಂಡ್ ಪೇಜ್. ಶಾಸ್ತ್ರದಲ್ಲಿರುವ ಯಾವ ಪ್ರವಾದನ ವಾಕ್ಯವು ಕೇವಲ ಮಾನುಷ ಬುದ್ಧಿಯಿಂದ ವಿವರಿಸತಕ್ಕಂಥದ್ದಲ್ಲವೆಂಬುದನ್ನು ಮುಖ್ಯವಾಗಿ ತಿಳಿದುಕೊಳ್ಳಿರಿ. ಯಾಕಂದರೆ ಯಾವ ಪ್ರವಾದನೆಯು ಮನುಷ್ಯರ ಚಿತ್ತದಿಂದ ಉಂಟಾಗಲಿಲ್ಲ, ಮನುಷ್ಯರು ಪವಿತ್ರಾತ್ಮ ಪ್ರೇರಿತರಾಗಿ ದೇವರಿಂದ ಹೊಂದಿದ್ದನ್ನೇ ಮಾತನಾಡಿದರು. ವಾಕ್ಯ ಪ್ರವಾದನೆ ಮನುಷ್ಯನ ಚಿತ್ತವಲ್ಲ, ಅದು ಪರಿಶುದ್ಧಾತ್ಮ ದೇವರು ಏನ್ ಹೇಳ್ತಾರೋ ಅದನ್ನ ಹೇಳುವಂತದ್ದು. പ്രവചന എന്ന് പറയുമ്പോൾ മനുഷ്യനായിട്ട് അല്ല സംസാരിക്കുന്ന, ദൈവ ആത്മാവായിട്ട് അവിടെ സംസാരിക്കുന്നത്. ನಾವು ಅಕಸ್ಮಾತ್ ಕೆಲವರು ಆ ರೀತಿಯಾಗಿ ತಿಳ್ಕೊಳ್ಬಹುದು. ചില ആൾക്കാര് പ്രവചിക്കുന്നത് നടക്കും, പ്രവചന സത്യമാണോ അത് നമ്മൾ ചെവിയിൽ കേട്ടിട്ടുണ്ട്, നടക്കോ അത് സത്യമാണോ റിയൽ ആണോ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ദൈവ ആത്മാവ് വെളിപ്പെടുത്തിയത് പോലെ തന്നെ ഇരിക്കും. ನಾವು ಯಾರು ಆಲೋಚನೆ ಮಾಡಿ ಅಥವಾ ಡಿಸಿಷನ್ ತಗೊಂಡು ಈ ವಾರ ಇವರಿಗೆ ಪ್ರವಾದನೆ ಹೇಳಲ್ಲ, ಮುಂದಿನ ವಾರ ಇವರಿಗೆ ಹೇಳಲ್ಲ ಎಂಬುದಾಗಿ ನಾವು ಯಾರು ಆ ರೀತಿಗೆ ಥಿಂಕ್ ಮಾಡಕ್ಕಾಗೋದಿಲ್ಲ. ಪರಿಶುದ್ಧಾತ್ಮ ದೇವರು ಯಾರ ಬಗ್ಗೆ ಪ್ರಾರ್ಥನೆ ಮಾಡುವಾಗ ಏನಿರ್ತಾರೋ ಅದನ್ನ ಮಾತ್ರನೇ ಹೇಳುವಂಥದ್ದು ಪ್ರವಾದನೆ. വെളിപ്പെടുത്തുമ്പോൾ പ്രവചിക്കുമ്പോൾ ഈ സഹോദരെ കണ്ടു ആയിട്ടല്ല പാസ്റ്റർ പറയണത്. എന്നാൽ ദൈവ ആത്മാവ് സ്വന്തമായിട്ട് ദൈവം വെളിപ്പെടുത്തി പറഞ്ഞ് ആ വാക്ക് ദൈവമായിട്ട് സംസാരിക്കും, ദൈവമായിട്ട് തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോഴാണ് അത് വെളിപ്പെടണം. എന്നാൽ നമ്മൾ വന്നിട്ടുണ്ട് ഇന്നവർക്ക് ഇന്നത് ഞാൻ പറയണം, ഇന്നതൊക്കെ ഇന്നത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ റെഡിയായി വരണതല്ല. നമ്മൾ അങ്ങനെ റെഡിയായിട്ട് വരാതെ പിശാച് നിൽക്കുന്ന സ്ഥലം അല്ല. ദൈവ ആത്മാവ് വെളിപ്പെടുത്തുമ്പോ ദൈവമാണ് അവിടെ സംസാരിക്കണം. നമ്മളെ ഏറ്റെടുക്കും. ಬೈಬಲ್ ಹೇಳುತ್ತೆ ಪ್ರವಾದನೆ ಅನ್ನುವಂಥದ್ದು ನಂಬುವವರಿಗೆ ಆಗಿದೆ ಹೊರತು ನಂಬದವರಿಗೆ ಅಲ್ಲ. പ്രവചനം എന്ന് പറയുന്നത് ಯಾರು ವಿಶ್ವಸಿക്കുന്നുണ്ടೋ അവർക്ക് മാത്രമാണ് ಆ ದೈವത്തിന്റെ ವರ ಆತ್ಮಾವು വെളിപ്പെടുത്തണം. ದೇವರು ಏನು ಪ್ರವಾದಿಸ್ತಾರೋ ಆ ವಿಷಯಕ್ಕೋಸ್ಕರ ಯಾರು ಪ್ರವಾದನೆ ಮಾತನ್ನ ಕೇಳ್ತಾರೋ ಅವರು ಖಂಡಿತವಾಗ್ಲೂ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. എന്നാൽ ಯಾರು പ്രവചനം വെളിപ്പെടുത്തുമ്പോ വാക്കിനെ കേൾക്കണം, അവർക്കായിട്ട് അവർ പ്രാർത്ഥിക്കണം. ದೇವರು ಏನು ಪ್ರವಾದನೆ ಹೇಳ್ತಾರೋ, ಪ್ರವಾದನೆ ಯಾರು ಹೊಂದಿಕೊಳ್ತಾರೋ ಅವರು ಕೇಳಿರುವಂತ ಪ್ರವಾದನೆಗೋಸ್ಕರ ಖಂಡಿತವಾಗ್ಲೂ ಪ್ರಾರ್ಥನೆ ಮಾಡಬೇಕು. എന്നാൽ പ്രവചിക്കുമ്പോൾ ഇപ്പൊ പാസ്റ്റർ പ്രവചിക്കുമ്പോ ആർക്കും പ്രവചനം പോണോ, അവരുടെ ആന്റിക്കായിരിക്കും അല്ല ഇവർക്കായിരിക്കും, അവർക്ക് ആർക്കുള്ളൂ അത് വരുമ്പോ എനിക്കാ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഏറ്റെടുത്തിട്ട് അവർക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ಎಲ್ಲ ಪ್ರವಾದನೆಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ದೀರಾ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എല്ലാ പ്രവചനത്തിനും നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ದೇವರು ಹೇಳ್ತಾ ಇದ್ರು ಏನಂತಂದ್ರೆ, ದೇವರ ಸಭೆಗೆ ಯೋಬನ ರೀತಿ ಭಯಭಕ್ತಿ ಉಳ್ಳವರನ್ನ ಸಂಪತ್ತುಳ್ಳವರನ್ನ ನಾನು ತರ್ತೀನಿ ಎಂಬುದಾಗಿ ಅದಕ್ಕೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡಲೇಬೇಕು. ദൈവം കഴിഞ്ഞ പ്രാവശ്യം പ്രവചിച്ചു ഇവിടെ യോബന ദൈവം എങ്ങനെ ബ്ലെസ്സിങ് ചെയ്തോ അതേപോലത്തെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ചെയ്യും. എന്നാൽ ബ്ലെസ്സിങ് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാരും കൂട്ടിക്കൊണ്ട് വന്ന് ചേർക്കും. അതേപോലെ സമ്പത്ത് നമുക്ക് കൊണ്ടുവരും. ಆತರ ವ್ಯಕ್ತಿಗಳನ್ನ ಕರ್ಕೊಂಡು അങ്ങനെയുള്ള വ്യക്തി സമ്പത്ത് തന്നെ പണമായിരിക്കും, വസ്ത്രമായിരിക്കും, എന്തിനായാലും ഇരിക്കുന്ന ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് ചേർക്കണം. ಅದಕ್ಕೆ ದೇವರು ಹೇಳ್ತಾರೆ ಪ್ರವಾದನೆ ಅನ್ನುವಂಥದ್ದು ಮನುಷ್ಯನ ಚಿತ್ರದಿಂದ ಅದು ವಿವರಿಸುವಂಥದ್ದಲ್ಲ, ಪರಿಶುದ್ಧಾತ್ಮ ದೇವರು ಏನ್ ಕೊಡ್ತಾರೋ ಅದನ್ನ ಹೇಳುವಂಥದ್ದು. പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യനായിട്ടല്ല സംസാരിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ വെളിപ്പെടുത്തണം അങ്ങനെയാണ് അത് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കും. ಕೊನೆಯದ ಒಂದು ವಾಕ್ಯನ ಓದಿ ದೇವರ ಒಂದು ಆಲೋಚನೆಗೊಳ್ಳೋಣ. ವಿಮೋಚನ ಕಾಂಡ 15ನೇ ಅಧ್ಯಾಯ 22ರಿಂದ 25. ನಿರ್ಗಮ ಕಾಂಡವು 15వ అధ్యాయం 22 నుంచి 25. 22 నుంచి 25. 22 నుంచి 25. ನಿರ್ಗಮಕಾಂಡ ಬಳಿಕ ಮೋಶೆಯು ಇಸ್ರಾಯೇಲರನ್ನು ಕೆಂಪು ಸಮುದ್ರದ ಬಳಿಯಿಂದ ಪ್ರಯಾಣ ಮಾಡಿಸಲು ಅವರು ಶೂರಿನ ಅರಣ್ಯದೊಳಗೆ 3 ದಿನ ನಡೆದು ಹೋದರು. ಅಲ್ಲಿ ಅವರಿಗೆ ನೀರು ಸಿಕ್ಕಲೇ ಇಲ್ಲ. ತರುವಾಯ ಮಾರ ಎಂಬ ಸ್ಥಳವನ್ನು ಸೇರಿದರು. ಆದರೆ ಆ ಸ್ಥಳದ ನೀರು ಕಹಿಯಾಗಿದ್ದರಿಂದ ಅವರಿಗೆ ಅದನ್ನು ಕುಡಿಯುವುದಕ್ಕಾಗದೆ ಹೋಯಿತು. ಆದದರಿಂದಲೇ ಆ ಸ್ಥಳಕ್ಕೆ ಮಾರ ಎಂದು ಹೆಸರಾಯಿತು. ಜನರು ನಾವೇನು ಕುಡಿಯಬೇಕೆಂದು ಮೋಶೆಯ ಮೇಲೆ ಗುಣಗುಟ್ಟುತ್ತಿರಲು ಮೋಶೆಯು ಯೆಹೋವನನ್ನು ಪ್ರಾರ್ಥಿಸಿದನು. ಆಗ ಯೆಹೋವನು ಅವನಿಗೆ ಒಂದು ಗಿಡವನ್ನು ತೋರಿಸಿದನು. ಅದನ್ನು ಆ ನೀರಿನಲ್ಲಿ ಹಾಕಿದಾಗ ನೀರು ಸಿಹಿಯಾಯಿತು. ಸಾಕು. ಅಲ್ಲಿ ವಾಕ್ಯ ಹೇಳುತ್ತೆ, ಇಸ್ರಾಯೇಲ್ ಜನರು ಪ್ರಯಾಣ ಮಾಡ್ತಾ ಇರುವಂತ ಸಮಯದಲ್ಲಿ ಅವರಿಗೆ ನೀರು ಸಿಗುತ್ತೆ, ಆ ನೀರು ಕಹಿ ಆಗಿರುತ್ತೆ. ഇസ്രായേൽ മക്കള് നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോ ആ ഇസ്രായേൽ ജനങ്ങൾക്ക് വെള്ളം ദാഹിക്കുമായിരുന്നു. ಆ ನೀರು ಸಿಗುತ್ತೆ, ನೀರು ಕುಡಿಯಕ್ಕೆ ಹೋದಾಗ ಆ ನೀರು ಕಹಿ ಆಗಿರುತ್ತೆ. ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳು ಇങ്ങനെ നടന്നു
പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അവർക്ക് വെള്ളം കുടിക്കണം. എന്നാൽ വെള്ളം കിട്ടിയപ്പോ വെള്ളം കുടിക്കാൻ പോകുമ്പോ വെള്ളം കയ്പാ. ಅಲ್ಲೆಲೂಯ್ಯ. ಆ ನೀರನ್ನ ಕುಡಿಯಕ್ಕಾಗ್ದಿರ ಮೋಶ ಮೇಲೆ ಗುಣಗೊಡ್ತಾರೆ. എന്നാ വെള്ളം കുടിക്കാൻ പറ്റില്ല. അപ്പൊ മോശം എന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ ഇരുന്നെങ്കിൽ അവിടെ ഇരിക്കുവാണ്, നീ ഞങ്ങളെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ വെള്ളം കുടിക്കാൻ കൂടെ പറ്റുന്ന അന്ന സ്ഥലത്ത് നീ വിളിച്ചോണ്ട് വന്നു മോശ ಮೋಶ ದೇವರ ಹತ್ರ ಪ್ರಾರ್ಥನೆ ಮಾಡಿದಾಗ ದೇವರು ಹೇಳ್ತಾರೆ, ಒಂದು ಮರವನ್ನ ಅದರಲ್ಲಿ ಕಡ್ಬಿಟ್ಟು ನೀರಲ್ಲಿ ಹಾಕು, ಆ ಕಹಿಯಾದ ನೀರು ಸಿಹಿ ಆಗುತ್ತೆ. എന്നാ മോശ ദൈവത്തിന്റെ അടുത്ത് പോയി ഇന്ന് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ദൈവം പറഞ്ഞു മോശ അവിടെ കാണുന്ന ഒരു മരമുണ്ട്, മരത്തിനെ വെട്ടിക്കൊണ്ടിപ്പോ വെള്ളത്തിലിട ആ കയ്പ് മാറും. ದೇವರು ಹೇಳ್ತಾರೆ, ദൈവം പറയുന്നു ಎಷ್ಟು ವರ್ಷದ ಹಳೆಯ ಪಾರಂಪರ್ಯದ ಶಾಪಗಳಾಗಿದ್ರು, എന്നാ എത്ര വർഷങ്ങള് അമ്മച്ചിയുടെ കാലത്ത് എത്രയോ പഴയ പാരമ്പര്യ ശാപമായിരുന്നാലും ಆ ಮೋಶೆ ಆ ಒಂದು ಗಿಡವನ್ನ ತಗೊಂಡೋಗಿ ನೀರಲ್ಲಿ ಹಾಕಿದಾಗ മോശೆ ಆ ചെടി കൊണ്ടുപോയി വെള്ളത്തിൽ ഇട്ടപ്പോ ಅಲ್ಲೆಲೂಯ್ಯ, ಆ ಕಹಿಯಾದ ನೀರು ಸಿಹಿಯಾಗಿ ಬದಲಾದ ರೀತಿಯಲ್ಲಿ വെള്ളത്തിന് ഇനിപ്പ് അത് മധുരമായി മാറ്റിയ ദൈവം. ಅದು ಹೇಗೆ ಬದಲಾಯಿತು ಅಂದ್ರೆ, ಅದು എങ്ങനെ ചേഞ്ച് ಆയി? ಆ ಒಂದು ಮರವನ್ನ ಇಟ್ಟಾಗ ಆ ಮರ ಕಹಿಯನ್ನ ಹೇಳ್ಕೊಂಡು ಸಿಹಿನ ಅದು ಬಿಡುಗಡೆ ಮಾಡ್ತು. എന്നാ ആ മരത്തില് നല്ലതുകൊണ്ട് അരിക്കമുണ്ട്. എന്നാ മരത്തിനെ കൊണ്ടുപോയി വെള്ളത്തിലിട്ടപ്പോ ആ കയ്പ് വെള്ളത്തിനെല്ലാം വലിച്ചെടുത്തു. അന്ന് ഇനിപ്പ് വെള്ള സാധനത്തെ വെള്ളത്തിൽ ಬಿಟ್ಟು ದೇವರು ಹೇಳ್ತಾರೆ, ಶಾಪವನ್ನೆಲ್ಲ ಆತನು ಆ ನೀರಲ್ಲಿ ಆ ಮರ ತೆಗೆದುಕೊಂಡ ಹಾಗೆ ನಿಮ್ಮ ಜೀವಿತದಲ್ಲಿರುವಂತ ಎಲ್ಲ ಶಾಪವನ್ನ ಆತನು ತೆಗೆದುಕೊಂಡು ಆಶೀರ್ವಾದವನ್ನ ನಿಮ್ಮ ಜೀವಿತಕ್ಕೆ ಆತನು ತರ್ತಾನೆ ಎಂಬುದಾಗಿ ദൈവം പറയുന്നുണ്ട്. എപ്പോഴും വെള്ളത്തിൽ ആ മരത്തിനെ കൊണ്ടുപോയി ഇട്ടോ കെട്ടപ്പോ കയ്പ സാധനങ്ങൾ എങ്ങനെ മാറ്റുന്ന നമ്മുടെ കുടുംബത്തിലിരിക്കുന്ന എല്ലാ ശാപങ്ങളും പാപങ്ങളും കട്ടകളും ആ മരം എങ്ങനെ വലിച്ചെടുത്ത് വെളിയിൽ കളഞ്ഞോ എല്ലാ നല്ല കാര്യങ്ങളെല്ലാം അതിന്റെ അകത്തിട്ട് അതേപോലെ നമ്മുടെ കുടുംബത്തിൽ നടക്കും. ಹಲ್ಲೆಲೂಯಾ. ಪ್ರವಾದನೆ ಹೇಳ್ಬೇಕಾದ್ರೆ ನಾನು ತುಂಬಾ ಚೆನ್ನಾಗಿ ಗಮನಿಸುವಂತ ಒಂದು ವಿಷಯ ಏನಂದ್ರೆ, നമ്മൾ പ്രവചിക്കുമ്പോ നല്ല ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു വിഷയമുണ്ട്. ನಾನು ಪ್ರವಾದಿಸುವಾಗ ಪ್ರವಾದನೆ ಕೇಳೋರನ್ನ ಗಮನಿಸೋದೇನು ಅಂದ್ರೆ, ഞാൻ പ്രവചിക്കുമ്പോൾ ഞാൻ ഒരു ശ്രദ്ധിക്കുമോ ചിലവര് ಹಲ್ಲೆಲೂಯಾ, ಅವರು ಪ್ರವಾದನೆ ಯಾವ ರೀತಿ ರಿಸೀವ್ ಮಾಡ್ಕೊಳ್ತಾರೋ ಅದರಲ್ಲೇ ಗೊತ್ತಾಗುತ್ತೆ ಇದು ನಡೆಯುತ್ತಾ ನಡೆಯಲ್ಲ ಎಂದಾಗ ನನಗೆ ಅರ್ಥ ಆಗುತ್ತೆ. എന്നാ അവർ വിചാരിക്കും ഭാഷ പ്രവചിച്ചോണ്ടിരിക്കാം ഇന്ന ആൾക്കാര് അവരെ ശ്രദ്ധിക്കുമ്പോ ഇവര് ഏറ്റെടുക്കുന്നുണ്ടോ ഏറ്റെടുക്കണില്ലോ എന്ന്. അപ്പൊ ആൾക്കാരുടെ സ്വഭാവം എങ്ങനെയെന്ന് മനസ്സിലാക്കും. ಒಂದು ಸ್ಥಳದಲ್ಲಿ ಒಂದು ಸೇವಕರು ಪ್ರವಾದಿಸ್ತಾ ಇರುವಾಗ ഒരു സ്ഥലത്ത് ഒരു പാസ്റ്റർ ഇങ്ങനെ പ്രവചിച്ചോണ്ടിരുന്നപ്പോഴ് ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಹೇಳ್ತಾರೆ, ದೇವರನ್ನ ಭಯಂಕರವಾಗಿ ಯೂಸ್ ಮಾಡ್ತಾರೆ, ಇದನ್ನ ಲೋಕ ಗೊತ್ತಾಗುವ ರೀತಿಯಲ್ಲಿ ದೇವರಿನ ಸೇವೆನ ಉನ್ನತ ಪಡಿಸ್ತಾರೆ ಅಂತ ಹೌದು. ಬೇರೆ ದೇಶದಿಂದ ಬಂದಂತ ಸೇವಕರು ಪ್ರವಾದಿಸ್ತಾ ಇದ್ದವಾಗ ಆ ಮನುಷ್ಯನು ಒಂದು ಆಲೆಯನ್ನು ಹೇಳಿಲ್ಲ, ಒಂದು ಆಮೇಲೆ ಹೇಳಿಲ್ಲ, ಆ ಪ್ರವಾದನೆ ನಾನು ರಿಸೀವ್ ಮಾಡ್ಕೊಳ್ತೀನಿ ಎಂಬುದಾಗಿ ಯಾವುದು ಹೇಳಿಲ್ಲ. എന്നാ ഒരു പാസ്റ്റർ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് പ്രവചിച്ചോണ്ടിരിക്കുമ്പോ അവർ പറഞ്ഞു നിന്നെ ഉന്നത സ്ഥാനത്ത് ഞാൻ കൊണ്ടുപോയി നിർത്തുമെന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോ ആ കേട്ടോണ്ടിരുന്ന ഒരാള് എന്താ വായില് ഒരു ആമേനാവട്ടെ ഒരു ഹല്ലേലൂയാവട്ടെ ഒന്നും വന്നില്ല. ಹಲ್ಲೆಲೂಯಾ. ಆದ್ರೆ ಆ ವ್ಯಕ್ತಿಯ ಪಕ್ಕದ ಸೀಟಲ್ಲಿ ಇನ್ನೊಬ್ರು ಕೂತಿದ್ರು. എന്നാ ആ ഇയാൾ ഇരിക്കുന്ന അടുത്ത് തൊട്ടടുത്ത ഒരാളിരിക്കുന്നു. ಅಲ್ಲೇ ಆ ವ್ಯಕ್ತಿ ಆಮೇಲೆ ಹೇಳ್ತಿದ್ದಾರೆ, ಹಲ್ಲೆಲೂಯಾ ಹೇಳ್ತಿದ್ದಾರೆ, ಐ ರಿಸೀವ್ ಎಂಬುದಾಗಿ ಆ ಒಂದು ಮಾತನ್ನ ಅವರು ಹೇಳ್ತಾ ಇದ್ದಾರೆ. ആ വ്യക്തി പറയണ്ട ഐ ആം റിസീവ്ഡ്, ഞാൻ അതിനെ റിസീവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുക്കുന്നുണ്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന ആള് ഹല്ലേലൂയ പറയുന്നുണ്ട്, ആമേൻ പറയുന്നു, ദൈവമേ നിങ്ങൾ പറയുന്ന വാക്ക് ഞാൻ ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ಹಲ್ಲೆಲೂಯಾ. ಆ ಮಾತನ್ನ ಹೇಳಿದಂತ ವ್ಯಕ್ತಿ ಇವತ್ತು ಒಂದು ವರ್ಷಕ್ಕೆ ಹಲ್ಲೆಲೂಯಾ ಮಿನಿಮಮ್ ಅಂದ್ರು 30 ಫ್ಲೈಟ್ ಯಾತ್ರೆ ಮಾಡ್ತಿದ್ದಾರೆ. ಅವ್ರಿಗೆ 70 ವರ್ಷ ವಯಸ್ಸಾಗಿದೆ. 70 വർഷം പ്രവചിച്ച ആള്, തൊട്ടടുത്തിരുന്ന ആള്, ഏറ്റെടുത്ത ആള് ഇന്നത്തെ ദിവസം 70 രാജ്യങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ಪ್ರವಾದನೆ ಬರುವಾಗ ನಾವು ರಿಸೀವ್ ನ ಕರೆಕ್ಟ್ ಆಗಿ ಮಾಡ್ಕೊಂಡ್ರೆ ಖಂಡಿತವಾಗ್ಲೂ ದೇವರು ಅದನ್ನ ನೆರವೇರಿಸ್ತಾನೆ. നമ്മൾ പ്രവചന വരുമ്പോഴ് നമ്മൾ ഏറ്റെടുക്കണം. ഹല്ലേലൂയ നമ്മുടെ വായിൽ വരണം, സ്തോത്രം നമ്മുടെ വായിൽ വരണം, ആമേനെങ്കിലും നമ്മുടെ വായിൽ വരണം. വന്നാൽ ദൈവം നമ്മൾ നല്ല ഉന്നത സ്ഥാനത്ത് കൊണ്ടുപോയി. ಕನ್ನಡದಿಂದಲೇ ದೇವರು ಮಾತಾಡುವಾಗ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ಅದೇ ಒಂದೇ ಹೆಸರು ಸ್ಟಾರ್ಟಿಂಗ್ ಆಗತಕ್ಕಂತ ಇಬ್ರು ಮಾತ್ರ ನಾನು ಅಂದ್ಕೊಂಡು ಅವ್ರಿಗೆ ಮಾತ್ರನೇ ಈ ಪ್ರವಾದನೆ ಅಂತ ನಾನು ತಿಳ್ಕೊಂಡಿದ್ದೆ. അപ്പോ ഒരു പേരിന്റെ ഒരു വേർഡ് എടുത്ത് ഇത് 2 പേർക്കായിരിക്കും പ്രവചനം വന്നോണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಒಬ್ಬರು ಪ್ರಾರ್ಥನೆ ಮಾಡ್ಕೊಂಡು ಬಂದಿದ್ರು. എന്നാ ഇന്ന് കാലത്തെ ഒരാളെ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നു. ಅವ್ರು ಹೇಳಿದ್ರು ನಮ್ಮ ಮಗಳ ಹೆಸರು ರೇಚಲ. അപ്പൊ ആ പെണ്ണുങ്ങൾ പറയുന്നത് എന്റെ മോളെ പേര് ರೇಚಲ್. ಹಲ್ಲೆಲೂಯಾ. ಆರ್ ಅನ್ನತಕ್ಕಂತ ಹೆಸರು ಸ್ಟಾರ್ಟ್ ಆಗೋ ಹೆಸರು.
ಸ್ತೋತ್ರ. ആറെന്ന് പറയണത് എത്ര പേരുടെ പേരുണ്ട് Hallelujah. ಎಷ್ಟು ಜನ ಸ್ತೋತ್ರ. ಇದೆಯಾ? Hallelujah. ನಾನು ಇದೇ ತಿಳ್ಕೊಂಡು ಇವರಿಬ್ಬರಿಗೋಸ್ಕರನೇ ಪ್ರವಾದನೆ ಅನ್ಕೊಂಡು ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡ್ತಾ ಇದ್ರೆ ಆದ್ರೆ ಬೆಳಿಗ್ಗೆ ಅವ್ರ ಹೆಸರು ಹೇಳಿದಾಗ ನನಗೆ ಶಾಕ್ ಆಗೋದು. എന്നാൽ ആറെന്ന് പറയണ ഇൻഷില് ആരൊക്കെ ഉണ്ട് ഇവിടെ? ಸ್ತೋತ್ರ. 1 2 3 ಸ್ತೋತ್ರ. ഭാഷ 4 ಸ್ಟಾರ್ಟಿಂಗ್ ಅಲ್ಲಿ ಅಂಗನ, ರಂಜಿತ, ರಮ್ಯ, ಆಂಟಿയുടെ പേരോ Hallelujah. അങ്ങനെ 5 പേര് 6 എന്ന് പറയുന്നത്. ಕಳೆದ ವಾರ ಭಾನುವಾರ ಇಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮುಗಿಸಿ ಹೋದಾಗಿಂದ ಅಲ್ಲೂಯ್ಯ ಬೆಂಕಿಯಲ್ಲಿ 6 ಎಂಬತಕ್ಕಂತ ದೊಡ್ಡ ಕ್ಯಾಪಿಟಲ್ ಲೆಟರ್ ನಾನು ಕಾಣ್ತಾನೆ ಇದ್ದೀನಿ ವಾರ ಪೂರ್ತಿಯಾಗಿ. ഞാൻ ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ആഴ്ച മുഴുക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു തീയ ആ തീയിന്റെ അകത്ത് 6 ഇഞ്ചിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. Hallelujah. 6 ಸ್ಟಾರ್ಟ್ ಆಗುವಂತ ಅವರಿಗೆ ಇದು ಪ್ರವಾದನೆ ಎಂಬುದಾಗಿ ನಾನು ತಿಳ್ಕೊಂಡಿದ್ದೆ. 6 പറയണ ഇഞ്ചിൽ തൊട്ട് ഇത് ഒരു പ്രവചനം അന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ದೇವರು ಅದ್ರ ಮುಖಾಂತರವಾಗಿ ಅದನ್ನ ತೋರಿಸಿದಾಗ ನಾನು ಕೇಳಿದ ವಿಷಯ ಏನಂತಂದ್ರೆ ಏನಕ್ಕೆ ಇದನ್ನ ತೋರಿಸ್ತಾ ಇದ್ದಾರೆ എന്തുകൊണ്ട് ദൈവമേ ഈ 6 പറയണ ഇഞ്ചിൽ നിങ്ങൾ കാണിച്ചെന്ന് ദൈവത്തിന്റെ അടുത്ത് ചോദിക്കുക. Hallelujah. ದೇವರು ಹೇಳಿದಂತ അപ്പൊ ദൈവം ವಿಷಯ പറഞ്ഞ വിഷയം ನನ್ನ ಸಹಾಯದ ಹಸ್ತ ಅವರ ಜೀವಿತಕ್ಕೆ ಬರ್ತದೆ ಎಂಬುದಾಗಿ. എന്റെ സഹായത്തിന്റെ എന്റെ ഹെൽപ്പിനേഷന് അവർക്ക് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ಅವಾಗಲೇ ಓದಿದ ವಿಮೋಚನಾ ಕಾಂಡ ವಾಕ್ಯ ಅದರಲ್ಲಿರ್ತಕ್ಕಂಥ ಶಾಪದ ಕಾರ್ಯವನ್ನ ತೆಗೆದು ಕಹಿಯಾದ ಕಾರ್ಯವನ್ನ ತೆಗೆದು ಆತನು ಒಳ್ಳೆದನ ಗುಡ್ನೆಸ್ನ ಆತನು ಬಿಡುಗಡೆ ಮಾಡ್ತಾನೆ. അവിടെ നമ്മൾ വായിച്ച വചനത്തെ പോലെ പറയുമ്പോൾ ആ വെള്ളത്തിൽ കൈപ്പായുന്ന വെള്ളത്തിനെ ദൈവം മധുരമാക്കി മാറ്റിയെങ്കിൽ അതിലിരിക്കുന്ന ശാപങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റിയെന്ന നമ്മുടെ കുടുംബങ്ങൾ ആ കാര്യങ്ങൾ നടന്നു. ಸೈತಾನ್ ಹೇಳಿದ್ರೆ ನಂಬಾರ್ದು. ಅಲ್ಲೇ ನಜರೇತಿನಿಂದ ಒಳ್ಳೇದು ಬರಲ್ಲ ಅಂತ ಅವ್ನು ಹೇಳಿದ್ರೆ ನಂಬೋದಕ್ಕೆ ಹೋಗ್ಬಾರ್ದು. ನಿನ್ನ ಜೀವಿತ ಒಳ್ಳೇದು ಬರಲ್ಲ, ನಿನ್ನ ಜೀವಿತ ಸರಿ ಹೋಗೋದಿಲ್ಲ ಎಂಬುದಾಗಿ ಅಲ್ಲಿ ಸೈತಾನು ಅನೇಕ ವಿಧವಾಗಿ ಕನ್ಫ್ಯೂಷನ್ ಮಾಡ್ತಾನೆ. ಅದನ್ನ ಕೇಳೋದಕ್ಕೆ ಹೋಗ್ಬಾರ್ದು. ಅಲ್ಲಿ ಆ ನತಾನ ಹೇಳಿದಾಗೆ ನಾವು ಆತ್ಮದಲ್ಲಿ ಸತ್ಯದಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದ್ರೆ ಖಂಡಿತವಾಗ್ಲೂ ದೇವರು ಕಾರ್ಯ ಮಾಡ್ತಾರೆ. ആൾക്കാർ പറയുന്ന വാക്കുകൾ നമ്മൾ ചെവി കൊടുക്കാൻ ദൈവം പറഞ്ഞ വാക്കുകൾ നമ്മൾ ചെവി കൊടുത്ത് നമ്മൾ നടക്കുവാണെങ്കിൽ നത്തായാല് ദൈവത്തിന്റെ അനുഗ്രഹം എങ്ങനെ ദൈവത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്ത് അയാൾ നടന്ന് ആ അനുഗ്രഹം നത്തായാൽ ഏറ്റെടുത്തോ അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതങ്ങൾ ആവുന്നു. Hallelujah. 6 ದೇವರು ಬೆಂಕಿಯಲ್ಲಿ ಬರೆದು ತೋರಿಸಿ 6 പറയുന്ന ഇൻഷിലെ ദൈവം തീയിൽ കാണിച്ചു. ಇವರು ದೇವರಿಗೆ ಅಸೋಸಿಯೇಟ್ ಮಿನಿಸ್ಟರ್ಸ್ ಎಂಬುದಾಗಿ ನಾನು ಕೇಳಿದೆ. ಅಸೋಸಿಯೇಷನ್ ಮಿನಿಸ್ಟರ್ ಅನ್ನ ದೈವಂ ಕಾಣಿಸು ಕೊಡ್ತಾರೆ. ಅಂದ್ರೆ ಸೇವಕರಿಗೆ ಅಸಿಸ್ಟೆಂಟ್ ಇರಲ್ಲ ಆ ತರವಾಗಿ ಇವರು ಸೇವೆ ಮಾಡ್ತಾರೆ. എന്നാ ദൈവത്തിന്റെ പണി ചെയ്യണ ആൾക്കാർക്ക് ഇവരൊക്കെ സപ്പോർട്ട് ആയിട്ടിരിക്കുമെന്ന്. എങ്ങനെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പണി ചെയ്യണ ഇപ്പൊ ഞാനായിരിക്കാം ഭാഷയായിട്ട് ആരായിരിക്കാം അവർക്ക് നമ്മൾ കേട്ട് യാതെന്ന് പറയാൻ ഈശ്വരല്ലാതെ ഹെൽപ്പ് നേച്ചർ ആയിട്ട് നിൽക്കുകയാണ്. ಆ ರೀತಿಯಾಗಿ ದೇವರು ಹೇಳ್ತಾ ಇದ್ರು. ആ രീതിയായിട്ട് ദൈവം പറഞ്ഞു. ದೇವರು ನಮಗೆ ಹೇಳ್ತಂದ್ರೆ ಎಲ್ಲಾ ವಿಷಯದಲ್ಲೂ ನಾನು ಅವರಿಗೆ ಹೆಲ್ಪ್ ಮಾಡ್ತೀನಿ ಅಂತ. ಹೆಲ್ಪ್ ಈ ಮಾತನ್ನ ತುಂಬಾ ಸರಿ ಕೇಳ್ತಾ ಇದೀನಿ. ನಾನು ಅವರಿಗೆ ಹೆಲ್ಪ್ ಮಾಡ್ತೀನಿ. ಹೆಲ್ಪ್ ദൈവം പറയുന്നത് എല്ലാ സമയത്തും ഈ ആഴ്ച മുഴുക്കം നിന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് എന്തോ ദൈവം നിങ്ങൾ പറയണം എന്തോ ദൈവം പറഞ്ഞപ്പോൾ ഈ വിഷയങ്ങൾ 6 പറയണം ഇൻഷിലുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഇന്ന് തൊട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. ಎಲ್ಲಾ ವಿಷಯಗಳಲ್ಲೂ ನಾನು ಸಹಾಯ ಮಾಡ್ತೀನಿ. എല്ലാ വിഷയത്തിലും അവരെ സഹായം ചെയ്യും. ಅಲ್ಲಲ್ಲಿ ದೇವರು ನಿಮ್ಮ ಸಂಗಡ ಇರುವಂತವನಾಗಿದ್ದಾನೆ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. ಅಲ್ಲಲ್ಲಿ ನೀವು ತಲತಲಾಂತರದಿಂದ ಬಂದ ಶಾಪವನ್ನು ಆತನು ಬದಲಾಯಿಸಿದ್ದಾನೆ. ಅಪ್ಪಚ್ಚಿ ಅಪ್ಪಮಾರ ಕಾಲತೀನ ಒಂದು ಶಾಪಗಳೆಲ್ಲ ಇಟ್ಟಿನಾರು. ಅಲ್ಲಲ್ಲಿ ದೇವರ ಒಂದು ಕೆಲಸ ಮಾಡೋದಕ್ಕೆ ನೀವು ಆಸಕ್ತಿ ಉಳ್ಳವರಾಗಿ ನಿಮ್ಮನ್ನ ತೊಡಗಿಸಿಕೊಳ್ಳಿ. ദൈവത്തിന്റെ പണി ചെയ്യാൻ സന്തോഷമുള്ള സഹോദരന്മാരായിട്ട് കേൾവാനോ നമ്മൾ. ಯಾಕೆಂತಂದ್ರೆ ಒಂದು ಮಾತನ್ನ ದೇವರಿಂದ ಕೇಳಿ ಬರ್ಬೇಕಂತಂದ್ರೆ ಅದು ಬಹಳ ಕಷ್ಟ. എന്നാ ദൈവത്തിന്റെ അടുത്തൊരു വാക്ക് നമ്മൾ ചോദിച്ച് മേടിച്ചെന്ന് പറഞ്ഞെങ്കിൽ ഭയങ്കര പ്രശ്നം ബുദ്ധിമുട്ടുണ്ട്. ಹಾಗಾಗಿ ಒಂದು ಪ್ರಸಂಗ ಬೇಕಿದ್ರೆ 1 ಗಂಟೆವರೆಗೂ ನಾವು ಏನ್ ಮಾಡ್ಬೋದು ರೆಡಿ ಮಾಡಿ ಸ್ಟಡಿ ಮಾಡಿ ತಗೊಂಡ್ಬರ್ಬೋದು. ಆದ್ರೆ ಒಂದು ಮಾತು ದೇವರಿಂದ ಕೇಳಿ ಬರೋದು ಅದು ಬಹಳ ಕಷ್ಟ. എന്നാ ഒരു വചനം എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും അതിനെ വായിച്ച് പെട്ടെന്ന് എഴുതി എടുത്ത് നമ്മൾ പറയാം. എന്നാ ദൈവത്തിന്റെ ഭരണ ഒരു വാക്കിനെ അത് മിസ് ചെയ്യണമെങ്കിൽ നമ്മൾ